നമ്മളിന്ന് ഗോതമ്പ് മാവ് മിക്സിയിലിട്ടൊന്ന് പുട്ടിന് വേണ്ടി നനച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നമുക്കപ്പോൾ ഗോതമ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടു. നനവ് ഒരുപാട് വേണ്ട, കുറച്ച് നനവ് മതി. കുറച്ച് നനവ് മതി, ഒരുപാട് നനവ് വേണ്ട. അങ്ങനെ ഈ വലിയ രീതിയിൽ ഇങ്ങനെ ഉണ്ട കെട്ടിയാലും കുഴപ്പമില്ല. ഉണ്ടയായിട്ട് വന്നാലും ഈ പരുവത്തിന് ആക്കിയെടുക്കണം. ഇതാണ് പരുവം. കുറച്ച് നനയാത്ത മാവും കിടപ്പുണ്ട്, ഒരുപാട് ഉണ്ട കെട്ടിയ മാവും കിടപ്പുണ്ട് ഉണ്ടയായിട്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ജാറിൻ്റെ പകുതിയിലോട്ട് ഇത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 വട്ടം ഒന്ന് ക്രഷ് ചെയ്യുക. നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് തട്ടി നന്നായിട്ട് പൊടിയായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാവ് ഉണ്ട കെട്ടാണ്ട് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പുട്ടിന് മാവ് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ കൈ കൊണ്ട് കുഴച്ച് നിൽക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മാവ് ഞാൻ അത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തരിയില്ലാണ്ട് നമുക്ക് നല്ലതുപോലെ കിട്ടും. ആയിട്ടുണ്ട്, കണ്ടോ? നല്ല സോഫ്റ്റായിട്ട് പുട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. നാളെ അടുത്ത വീഡിയോയിൽ കാണാം.